ചോപ്പീസുമായി വന്നത്? ഒന്നും എഴുതിയിടാനല്ലേ? ഇനി വാഷ്റൂമിലെങ്ങാനും? സംസാരിക്കണം, വീട്ടിലേക്ക് വരണം. ഓ, ഇതാണോ? ഇനി ആരും കാണില്ല. K for kite. K for kite. May coming, miss? Get in. K-I-T-E. K-I-T-E. L for lion. L for lion. M for man. സത്യമ്മ ഹാളിൽ തന്നെ ഇരിക്കുകയാണല്ലോ. സത്യവന്ന എങ്ങനെ അകത്തേക്ക് വരും? പിള്ളേ, സത്യമേ, അയാൾ ഇതുവരെ വന്നില്ലല്ലോടോ. കണ്ടില്ല. 10 മിനിറ്റ് കൂടി കഴിഞ്ഞാ പിന്നെ രാഹുകാലോ. ഇവർക്കൊന്നും ഒരു നിഷ്ഠയുമില്ലേ? അവര് സംസാരിക്കില്ലേ? ഞാൻ പുറത്തുപോയ അവര് ശ്രദ്ധിക്കില്ലായിരിക്കും. ഒരു ശുഭകാര്യമൊക്കെ ആവുമ്പോ സമയമൊക്കെ നോക്കണ്ടേ? പിന്നെ പപ്പി, എങ്ങോട്ടാ നീ? ഞാൻ കളിക്കാൻ പോവാ സത്യമ്മേ. കളിക്കാൻ വീടിന് പുറത്തേക്കോ? മണ്ണിലും ചെളിയിലും ഉള്ള കളിയൊന്നും വേണ്ട. അകത്ത് ഇഷ്ടം പോലെ കളിപ്പാട്ടുണ്ടല്ലോ, അതൊക്കെ വെച്ച് കളിച്ചാ മതി. അതൊക്കെ കളിച്ച് ബോറടിക്കുന്നു സത്യമ്മേ. ഇങ്ങു വാ. ദേ, ഇത് അതെ, എല്ലായിടത്തും ഓടിയെത്തുന്നതൊക്കെ കൊള്ളാം. ഇവിടുത്തെ കാര്യത്തിന് ആദ്യത്തെ പരിഗണന. അത് പിന്നെ പ്രത്യേകിച്ച് പറയാനുണ്ടോ സത്യാമ്മേ? കാര്യങ്ങളെല്ലാം ചടപടയും നടക്കുക. നാളെ രാവിലെ 11 മണിക്ക് അവരിങ്ങെത്തും. നമ്മുടെ വിഷ്ണുമോന്റെ പെൺകുട്ടിയും വീട്ടുകാരും.
വീട്ടിലേക്ക് വരാൻ പപ്പി പറഞ്ഞതാണല്ലോ. ആരെങ്കിലും വിളിക്കാന്ന് വിചാരിച്ച സത്യാമ്മ ഇപ്പൊ എന്നെ കണ്ട കുഴപ്പാവും. ചേടാ, ഇപ്പൊ എന്ത് ചെയ്യും? വേറെന്തെങ്കിലും വഴിയുണ്ടോന്ന് നോക്കാം. അവർ എത്ര പേരുണ്ടാവും വിജയകുമാറെ? അച്ഛനും അമ്മയും മോളും. അത്രയും പോരെ സത്യാമ്മേ? ആ, ഒരു കണക്കിന് അത് തന്നെയാ നല്ലത്. ഉം. എത്ര ആൾക്കാർ കൂടുതലുണ്ടാവോ അത്രേ ആൾക്കാർ കുറ്റം പറയാനുണ്ടാവുന്ന കരുതേണ്ടത്. അതുള്ളതാ സത്യാമ്മേ. ഇന്നത്തെ കാലത്ത് ബന്ധുക്കൾ തന്നെയാ ഏറ്റവും വലിയ ശത്രുക്കള്. ഈ വീടിന്റെ പിന്നിൽ കൂടി ടെറസിൽ കയറാൻ പറ്റുമെന്ന് തോന്നുന്നു. ഹായ് പപ്പി. ഹായ് സത്യ. എന്താ പപ്പി വരാൻ പറഞ്ഞത്? ആരെങ്കിലും കേൾക്കും. ഫോണിൽ സംസാരിക്കാം. ഈ ഫോണിൽ സിഗ്നല്ല, പിന്നെ എങ്ങനെ സംസാരിക്കും? ഒരു ഐഡിയ ഉണ്ട്. നീ എവിടെ എന്താ ചെയ്യുന്നത്? ഒരു മിനിറ്റ്. സത്യം, നീ എവിടെ എന്താ ചെയ്യുന്നേ? പപ്പി വെയിറ്റ് ചെയ്യണേ. ഹായ്, തീപ്പെട്ടി ഫോണോ? പപ്പി പിടിച്ചോ? കേൾക്കണ്ടോ പപ്പി? നന്നായിട്ട് കേൾക്കാം. നീ വരാൻ പറഞ്ഞത്? വിഷ്ണുച്ചന്റെ കല്യാണാലോചനയുടെ കാര്യം പറയണോ സത്യ? അത് നമ്മൾ മുടക്കിയില്ലേ? സത്യാമ്മ, വിഷ്ണുച്ചന് വീണ്ടും കല്യാണാലോചന തുടങ്ങി. ആണോ? അത് മുടക്കാൻ എന്താ ചെയ്യാ? മുടക്കാൻ ആന്റിയുടെ ഫോട്ടോ ഉണ്ടോ കയ്യില്? ഏത് ആന്റിയുടെ? ബിഗ് ഫ്രണ്ടിന്റെ കല്യാണം ആലോചിക്കുന്ന ആന്റിയുടെ. അത് സത്യാമ്മയുടെ റൂമിലുണ്ട്. നീ എങ്ങനെയെങ്കിലും ഒന്ന് സംഘടിപ്പിച്ചോണ്ട് വരാവോ? അതെന്തിനാ സത്യ? ആദ്യം ഫോട്ടോ കാണട്ടെ, എന്നിട്ട് നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടോ നോക്കാം. എന്നാ ഞാൻ ഫോട്ടോ എടുത്തോണ്ട് വരാമേ. പക്ഷേ ഞാൻ ഫോട്ടോ എങ്ങനെ കാണിക്കും? നീ പുറകു വശത്തു കൂടി മുറ്റത്തേക്ക് ഇറങ്ങി വന്നാ മതി. ഇതുവഴി എനിക്കും അങ്ങോട്ട് ഇറങ്ങാമല്ലോ. അത് ശരിയാണല്ലോ. എന്നാ നീ വെച്ചോ. പിന്നെ സത്യാമ്മേ, വേറൊരു കാര്യം പറഞ്ഞാൽ വിരോധം തോന്നരുത്. അവരുടെ ഭാഗത്ത് നിന്നുള്ളൊരു ആശങ്കയാ. വിജയകുമാറെ, അത് പറയാതിരുന്നാലാ വിരോധം. ഒരു കല്യാണാലോചനയാവുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തുറന്നു പറയണം. അത് സത്യാമ്മേ, പെണ്ണ് കാണലിന് അവർ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞതിലാ അവർക്കൊരു പരിഭവം. നാട്ടു നടപ്പ് അങ്ങനെ അല്ലല്ലോ. ചെറുക്കം കൂട്ടർ അങ്ങോട്ട് എന്നല്ലേ പെണ്ണ് കാണേണ്ടത്. നാട്ടു നടപ്പല്ല വിജയകുമാറെ, ഇവിടെ സത്യഭാമയുടെ വീട്ടു നടപ്പാ. സത്യഭാമ
താഴോട്ട് ഇറങ്ങി ചെല്ലാറില്ലെന്ന് വിജയകുമാർ അവരോട് പറഞ്ഞില്ലേ? അതൊക്കെ പറഞ്ഞു സത്യാമ്മേ. കളരിക്കലുകാരും കുറഞ്ഞ കൂട്ടരൊന്നും അല്ലല്ലോ. അതാ ശിവൻകുട്ടി സാർ അങ്ങനെ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അതാവും നല്ലത്. അയ്യോ, അങ്ങനെ ഒരു തീരുമാനം എടുത്തുകളല്ലേ സത്യാമ്മേ. പറയുന്ന കൂട്ടത്തിൽ എല്ലാം പറയണമല്ലോ എന്ന് വെച്ച് പറഞ്ഞതാ. പപ്പി, എങ്ങോട്ടാ? ഞാൻ സത്യാമ്മയുടെ ഫോൺ കൊണ്ടുപോയി വെക്കാൻ. ആ, കളിച്ചു കഴിഞ്ഞോ? കഴിഞ്ഞു. ശരി, പൊയ്ക്കോ. സത്യാമ്മേ, ഞാൻ പറഞ്ഞത് അവരുടെ ഒരു അഭിപ്രായം മാത്രമാണ്. സത്യാമ്മ ഇങ്ങനെ ദേഷ്യപ്പെട്ടാൽ... വിജയകുമാരെ, നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം. സത്യഭാമ ആരാന്നറിയാത്തവരൊന്നും അല്ല സത്യഭാമയുടെ ബന്ധുക്കളാവേണ്ടത്. അത് തന്നെയാ മുമ്പ് പറ്റിയ അബദ്ധവും. ആ ഫോട്ടോ എവിടെയാ സത്യമ്മ വെച്ചിരിക്കുന്നേ? ഓ, ചിലപ്പോ ഇതിനുള്ളിൽ കാണും. ആ, കിട്ടി. എന്റെ ചേച്ചിക്ക് പോലും വന്നതാണല്ലേ. ശരിയാക്കി തരാം നിങ്ങളെ. സത്യാമ്മേ, ഇത്തരം കാര്യങ്ങളിലെ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും അഭിപ്രായമല്ലേ നോക്കേണ്ടത്? ശിവൻകുട്ടി സാർ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോ നമ്മുടെ മധുശ്രീ എന്താ പറഞ്ഞെന്നറിയോ? ചെക്കൻ്റെ വീട്ടിലോ പെണ്ണിൻ്റെ വീട്ടിലോ എവിടെ ചടങ്ങ് നടന്നാ എന്താ കുഴപ്പമൊന്നും. അല്ലേലും ഈ ശിവൻകുട്ടി സാറൊക്കെ ആറു പഴഞ്ചനാണെന്നേ. ഇപ്പോഴത്തെ പെണ്ണ് കാണലെന്നൊക്കെ പറഞ്ഞാ കാരണവന്മാര് വട്ടമിട്ടിരുന്നു പെണ്ണും ചെക്കനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്കുപോലും പറയാതെ പിരിഞ്ഞു പോകുന്നതല്ലോ. കോളേജ് ക്യാമ്പസിലും കോഫി ഷോപ്പിലും ഒക്കെയാ ഇപ്പൊ പെണ്ണ് കാണൽ നടക്കുന്നത്. എന്തിനാ അധികം പറയുന്നത്? ആൾക്കാർക്ക് തിരക്ക് കൂടിയപ്പോ ബസ് സ്റ്റോപ്പിൽ പോലും പെണ്ണ് കാണൽ നടക്കുന്നുണ്ട്. പപ്പി, വെള്ളം കുടിക്കാൻ പോവാ സത്യമ്മേ. പൊയ്ക്കോ. സത്യാമ്മയുടെ മരുമകളാകുന്നോണ്ടല്ല, ഈ വീട്ടിലൊന്ന് കാല് കുത്തുന്നത് പോലും വലിയ അനുഗ്രഹമാണെന്നാ മധുശ്രീ പറയുന്നത്. ആ കൊച്ചിന് ഒരു എതിർപ്പും ഇല്ല. സത്യാമ്മയുടെ വലിയ ഫാനാണത്രേ ആ കുട്ടി. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ നല്ല ബുദ്ധിയുണ്ട്. അവളുടെ ഫോട്ടോ കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നിയിരുന്നു അവൾ ഈ വീടിന്റെ മരുമകളാകാൻ ജനിച്ചവളാണെന്ന്. വിജയകുമാർ ഒരു നമ്പർ ഇറക്കിയപ്പോ ഇവര് വീണു. നമ്മളിത് എത്ര പേരെ കൈകാര്യം ചെയ്തതാ. പിന്നല്ലേ. പപ്പി, ദേ ഇവിടെ. വേഗം വാ. സത്യ, പപ്പി കിട്ടിയോ? ആ, കിട്ടി. ഇതാണോ? ആ, ആളെ കണ്ടിട്ട് ശരിയല്ലാന്ന് തോന്നുന്നു. അതെങ്ങനെ അറിയാം? അതൊക്കെ എനിക്കറിയാം. എന്തായാലും ഇതെന്റെ ഇരിക്കട്ടെ. അതെന്തിനാ? അമ്മയെ കാണിച്ചു നോക്കാം. അമ്മയ്ക്കറിയാവുന്ന ആളാണെന്ന് നോക്കാം. സത്യടമ്മ വലിയ ഓഫീസറായതുകൊണ്ട് ചിലപ്പോ അറിയായിരിക്കും. പക്ഷെ ആരാന്ന് പറഞ്ഞ് കാണിക്കും? ബിഗ് ഫ്രണ്ടിന് കല്യാണം ആലോചിക്കുന്ന ആന്റിയാന്ന് പറഞ്ഞ് കാണിക്കും. അപ്പൊ പ്രശ്നമാണല്ലേ സത്യ? നമ്മള് ചേച്ചിയമ്മ അന്വേഷിച്ചു പോയതിന് നിന്റെ അമ്മ വഴക്ക് പറഞ്ഞല്ലേ? അത് ചേച്ചിയമ്മ അന്വേഷിച്ചു പോയതല്ലേ? ബിഗ് ഫ്രണ്ടിന് കല്യാണം മുടക്കിയതിന് അമ്മ ഒന്നും പറഞ്ഞില്ലല്ലോ. വിളിച്ചു.
വിഷ്ണുവിന്റെ കല്യാണം ആലോചിക്കുന്ന ബ്രോക്കർ അത്. അയാളാണോ ഈ ആന്റിയുടെ ഫോട്ടോ കൊണ്ടുവന്നത്? ആ പപ്പി വാ. എങ്ങോട്ട്? നമുക്ക് അയാളുടെ പുറകെ ഒന്ന് പോയി നോക്കാം. എന്തിന്? വാന്നേ, എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. വാ. അവളിതെന്താ ഇപ്പോഴേ ഔട്ട് ഓഫ് കവറേജ് ആയോ? ആ ആ എന്താ വിജയകുമാർ ഇത്രയും താമസിച്ച? എന്ന് ചോദിച്ചാ കാര്യങ്ങൾ പറഞ്ഞു ഉറപ്പിക്കണ്ടേ മാഡം? എന്നിട്ട് എന്തായി? അയ്യോ, ഇതാ ആന്റിയ പപ്പി. ഇതാ കണ്ടോ? ഇങ്ങോട്ടോ. അയ്യോ അയ്യോ. ആ ആന്റി അല്ലേ നമ്മളെ മീൻപാറയിൽ കൊണ്ടുപോയി ചേച്ചിയമ്മയുടെ പടം കാട്ടിൽ കളഞ്ഞത്? അവര് കാരണമല്ലേ നമുക്ക് കാട്ടിൽ കഴിയേണ്ടി വന്നത്? അതെ, ബാഡ് ഗേൾ ആന്റി. ആ അത് ഉറപ്പല്ലേ? ആ ആന്റി കാരണ ഒരു രാത്രി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ആ ആന്റിയും എന്റെ വിഷ്ണു അച്ഛന്റെ ബ്രോക്കറായിട്ട് എന്താ ഇടപാട്? ആ എനിക്കറിയില്ല. അവരെന്താ പറയുന്നത് ശ്രദ്ധിക്കാം. അപ്പോ നാളെ രാവിലെ 11-ന് പെണ്ണ് കാണൽ ചടങ്ങ്. അതെ, അക്കാര്യം കുട്ടിയുടെ വീട്ടുകാരെ അറിയിക്കണം. മധുശ്രീയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞാൻ അവളെ കാണാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. വിശദമായിട്ട് കാര്യങ്ങൾ സംസാരിക്കണമല്ലോ. അപ്പോ ഒന്ന് അറിയിച്ചേക്കുമല്ലോ. പിന്നെന്താ? ആ എന്നാ ഞാൻ പോയിട്ട് വരട്ടെ മാഡം. ശരി. പപ്പി, നമുക്ക് കാറിൽ കയറി പോവാം. അയ്യോ, അതെന്തിനാ? ഈ ആന്റിയും കല്യാണം ആലോചിക്കുന്ന ആന്റിയും തമ്മിൽ എന്താ ബന്ധമെന്ന് നമുക്കറിയണ്ടേ? അത് ശരിയാ. പക്ഷേ നമ്മളെ ഒരു കറി കേട്ടു. ആ നീ വാ. നമുക്ക് ഇതിനകത്ത് കേറാം. അയ്യോ, ഡിക്കിയിലോ? എനിക്ക് പേടിയാ. പിന്നെ ആന്റി നിന്നെ കാറിന്റെ ഫ്രണ്ട് സീറ്റ് എഴുതി കൊണ്ടുപോവോ? എന്നാ കേറ്. സത്യം എനിക്ക് പേടിയാട്ടോ. പേടിക്കണ്ട, ഞാനില്ലേ കൂടെ. കിട്ടുന്നില്ലല്ലോ.